ഇറാനുമായുള്ള യുദ്ധത്തെ തുടർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്ക വൻ ആയുധ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതായുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരികയാണ്. 7 ആഴ്ചകൾ മാത്രം നീണ്ടുനിന്ന സംഘർഷം അമേരിക്കയുടെ മിസൈൽ പ്രതിരോധത്തിൻ്റെ പകുതിയോളം തീർത്തു എന്നാണ് വാഷിംഗ്ടണിലെ സെൻറ്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റഡീസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാനുള്ള നെട്ടോട്ടത്തിനിടയിൽ തങ്ങളുടെ കരുത്തുറ്റ പ്രതിരോധ കവചങ്ങൾ അമേരിക്കക്ക് നഷ്ടമാകുന്നതിനെ ചെറിയ രീതിയിലല്ല യുദ്ധവിദഗ്ധർ നോക്കിക്കാണുന്നത്. CSIS പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം അമേരിക്കയുടെ പ്രധാന മിസൈലുകളായ പാട്രിയറ്റ് ആൻഡ് താഡ് മിസൈലുകളിലാണ് വലിയ കുറവുണ്ടായിരിക്കുന്നത്. അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായ ഇവയുടെ 50% ശേഖരവും യുദ്ധത്തിനിടയിൽ ഉപയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇറാന്റെ ഡ്രോണുകളെയും മിസൈലുകളെയും തടയാനാണ് ഇവ പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊന്നാണ് ടോമഹോക്ക് മിസൈലുകൾ. കൃത്യതയാർന്ന ദീർഘദൂര മിസൈലുകൾക്ക് ഉപയോഗിക്കുന്ന ടോമഹോക്ക് മിസൈലുകളിൽ 30% കുറവുണ്ടായത്രേ. പ്രിസിഷൻ സ്ട്രൈക്സ് മിസൈലുകൾ അഥവാ പ്രിസം മിസൈലുകൾ, അത്യാധുനികരായ ഇത്തരം മിസൈലുകളുടെ 40% ശേഖരവും ഇറാൻ ലക്ഷ്യങ്ങൾ തകർക്കാനായി അമേരിക്കക്ക് ഉപയോഗിക്കേണ്ടി വന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ഇനിയും ഇത്രയും വലിയ തോതിൽ തീർന്നുപോയ മിസൈലുകൾ വീണ്ടും നിർമ്മിച്ച് പഴയ നിലയിലെത്തിക്കാൻ കുറഞ്ഞത് 4 വർഷമെങ്കിലും വേണ്ടിവരും എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സുരക്ഷാ ഭീഷണി തന്നെയാണ്. അമേരിക്ക അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിക്ക് പലവിധ കാരണങ്ങളുണ്ട്. ഇറാൻ ഉപയോഗിക്കുന്ന യുദ്ധതന്ത്രം വളരെ ലാഭകരവും എന്നാൽ അമേരിക്കയുടേത് വളരെ ചിലവേറിയതുമാണ്. ഇറാൻ അയക്കുന്നത് വളരെ കുറഞ്ഞ ചിലവിൽ ഏകദേശം $20,000 മാത്രം അതുകൊണ്ട് നിർമ്മിക്കാവുന്ന ഷഹീദ് പോലെയുള്ള ഡ്രോണുകളും മിസൈലുകളുമാണ്. എന്നാൽ അമേരിക്കയാവട്ടെ ഒരു ഡ്രോണിനെ തകർക്കാൻ അമേരിക്ക ഉപയോഗിക്കുന്ന പാട്രിയറ്റ് മിസൈലിന് 20 മുതൽ 40 കോടി രൂപ വരെയാണ് ചിലവ്. അതായത് 15 ലക്ഷം രൂപയുടെ ഒരു ഡ്രോണിനെ വെടിവെച്ചിടാൻ അമേരിക്ക 30 കോടി രൂപയുടെ മിസൈൽ ഉപയോഗിക്കേണ്ടി വരുന്നു എന്ന്. ഇത് അമേരിക്കയുടെ ആയുധ ശേഖരത്തെയും ഖജനാവിനെയും ഒരുപോലെ തളർത്തുകയാണ്. ഇറാൻ ഒരേ സമയം 100 കണക്കിന് മിസൈലുകളും ഡ്രോണുകളുമാണ് വിക്ഷേപിക്കുന്നത്. ഇതിനെ സാച്ചുറേഷൻ അറ്റാക്ക് എന്നാണ് വിളിക്കുന്നത്. ഇറാന്റെ ഒരു മിസൈൽ പോലും ലക്ഷ്യത്തിൽ പതിക്കാതിരിക്കാൻ അമേരിക്ക ഒരേ സമയം 2-3 പ്രതിരോധ മിസൈലുകൾ വിക്ഷേപിക്കേണ്ടി വരും. ഉദാഹരണത്തിന് ഇറാൻ 100 മിസൈലുകൾ അയച്ചാൽ അവയെ പൂർണ്ണമായും തടയാൻ അമേരിക്കക്ക് കുറഞ്ഞത് 200 മുതൽ 300 വരെ പാട്രിയറ്റ് താഡ് മിസൈലുകൾ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. ഇങ്ങനെയാണ് സ്റ്റോക്കുകൾ അതിവേഗം തീരുന്നത്. മറ്റൊന്ന്, ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് അമേരിക്ക കൈക്കൊണ്ടിട്ടുള്ള തെറ്റായ തീരുമാനമാണ്. ഇറാൻ യുദ്ധത്തിന് മുമ്പ് തന്നെ അമേരിക്ക തങ്ങളുടെ മിസൈൽ ശേഖരത്തിന്റെ വലിയ ഒരു ഭാഗം ഉക്രൈന് നൽകിയിരുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയത് മുതൽ ആയിരക്കണക്കിന് മിസൈലുകളാണ് അമേരിക്ക ഉക്രൈനിലേക്ക് അയച്ചത്. സ്വന്തം ആയുധപ്പുരകൾ നിറക്കുന്നതിന് മുൻപ് തന്നെ ഇറാൻ യുദ്ധം കൂടി കൈവന്നതോടെ അമേരിക്കയുടെ പക്കൽ കരുതി വച്ചിരിക്കുന്ന സ്റ്റോക്കുകൾ തീരുന്ന അവസ്ഥയുണ്ടായി. ഒരു മിസൈൽ വിക്ഷേപിക്കാൻ സെക്കൻഡുകൾ മതി, എന്നാൽ അത് നിർമ്മിക്കാൻ മാസങ്ങളോ വർഷങ്ങളോ വേണം. പാട്രിയറ്റ് അല്ലെങ്കിൽ താഡ് പോലെയുള്ള മിസൈലുകൾ നിർമ്മിക്കുന്നത് വളരെ സങ്കീർണമായ പ്രക്രിയയാണ്. ഇതിനാവശ്യമായ ചിപ്പുകളും സെൻസറുകളും ലഭിക്കാൻ സമയമെടുക്കും. യുദ്ധമില്ലാത്ത സമയത്ത് അമേരിക്കൻ കമ്പനികൾ പ്രതിമാസം കുറഞ്ഞ എണ്ണം മിസൈലുകൾ മാത്രമായിരുന്നു അത്രേ നിർമ്മിച്ചിരുന്നത്. പെട്ടെന്നൊരു വലിയ യുദ്ധം വന്നപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഉൽപ്പാദനം കൂട്ടാൻ ഈ കമ്പനികൾക്ക് സാധിക്കുന്നുമില്ല. അമേരിക്കയുടെ ഈ ആയുധക്ഷാമം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പസഫിക് മേഖലയിലെ സുരക്ഷയെയാണ്. ചൈനയുമായി തർക്കം നിലനിൽക്കുന്ന ഈ മേഖലയിൽ ആവശ്യത്തിന് മിസൈലുകൾ ഇല്ലാത്തത് അമേരിക്കയുടെ സ്വാധീന മേഖലയിൽ കുറക്കാൻ കാരണം ആകും എന്നുമാണ് CSIS അനലിസ്റ്റ് മാർക്ക് കാൻസിയർ മുന്നറിയിപ്പ് നൽകുന്നത്. ഒരേ സമയം 2 വൻ ശക്തികൾ അഥവാ ഇറാനെയും ചൈനയും ഒക്കെ നേരിടാൻ അമേരിക്കൻ ആയുധപ്പുര നിലവിൽ പര്യാപ്തമല്ലെന്നുമാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്.